ഹലോ ഗൈസ്, അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് തേക്കടിയിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. എന്താണ് എല്ലാവരെയും ഫേസ് ഇങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ആനപ്പുറത്ത് കയറുന്നതിൻ്റെ പേടിയിലാണ്. അങ്ങനെ അതിന് ഞാനും ചക്ഷുസും കൂടെ ആനയുടെ മണ്ടയ്ക്ക് കയറി. ഞാൻ പേടിച്ച് അവിടെ നിന്ന് കരയുമായിരുന്നു. കാരണം ഞാനിരിക്കുമ്പോൾ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകുന്ന പോലെ, ഞാൻ താഴെ വീഴാൻ പോകുന്ന പോലെയൊക്കെ എനിക്കങ്ങ് ഫീൽ ചെയ്യുകയാണ്. പിന്നെ ആനയാണല്ലോ, പേടിച്ചിരിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളൊരു റൗണ്ടിൽ കൂടെ കാട്ടിൽ കൂടി ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പം തിരിച്ച് വരുവാണേ. അപ്പം നമ്മൾ ആനയായിട്ട് സെറ്റായി. അപ്പം ഞാൻ ആനയുടെ മണ്ടയ്ക്ക് കൈയൊക്കെ വിട്ടിരിക്കാറായി. പിന്നെ ആനയെ ഞാൻ പഠിപ്പിച്ചു. പിന്നെ ആനയെ ഞാൻ അനുസരണയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പീസൊക്കെ കാണിച്ചു. കൂളിംഗ് ഗ്ലാസ്സൊക്കെ മടക്കി വെച്ചിട്ട് നേരെ അവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്നും കൂടെ ഒന്ന് ആനയായിട്ട് ഒന്നും കൂടെ ഒന്ന് സംസാരിച്ചു. പിന്നെ അച്ഛനും ആവണിയും കൂടെ വന്ന് ആനയുടെ മണ്ടയ്ക്ക് അവരും വന്ന് ലാൻഡ് ചെയ്തു. പിന്നെ ആ ആന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അതിൻ്റെ ഫ്രിഞ്ചസൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടൊരു ആനയായിരുന്നു. അവർ പീസ് കാണിച്ച് അവരവിടെ എത്തി. പിന്നെ ഞങ്ങളും പീസ് കാണിച്ച് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഞങ്ങളെയും കൊണ്ടുവന്ന് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആനയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഈ ഒരു ബമ്പർ കാർ റേസിങ്ങിലാണ് വന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമേ ഇവരുടെ രണ്ടും അറിയി ചുറ്റിനും കറങ്ങി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കറങ്ങി. പിന്നെ അതിന് ശേഷം ഞാൻ കുറേ നേരം കറങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ രണ്ടുകൂടെ ആക്സിഡൻറ്റ് ഉണ്ടാക്കി. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ സ്പൈസസിൻ്റെ ഒരു ഗാർഡനിൽ ആയുർവേദിക് മെഡിസിൻസിൻ്റെയൊക്കെ ഒരു ഗാർഡനിലാണ് എത്തിയത്. അവിടെ തന്നെ വളർത്തിയിരിക്കുന്ന എല്ലാ ആയുർവേദിക് മെഡിസിൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മരുന്നുകളാണ് ഇവിടെ നമുക്ക് സെല് ചെയ്ത് കിട്ടുന്നത്. ഫേസ് വാഷ്, ഫേസ് സിറം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു ഷോപ്പിലുണ്ട്. പിന്നെ ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവിലാണ് എത്തിയത്. അവിടെ ചെന്നിട്ട് നേരെ ബോട്ടിങ്ങിന് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് ആ ക്യൂവിൽ ചെന്ന് അച്ഛനൊക്കെ നിന്നു. പിന്നെ ഞങ്ങളൊക്കെ വെളിയിലൊക്കെ കറങ്ങി നടന്നു. അപ്പോൾ കുരങ്ങന്മാരുടെ ശല്യം കാരണം അവിടെ ഫുള്ള് നെറ്റ് അടിച്ചിട്ടിരിക്കുകയാണ് ക്യാൻറ്റീനിൽ. അപ്പം ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ഈ ഒരു മ്ലാവ് അല്ലെങ്കിൽ സാമ്പാർ ഡിയർ എന്ന് പറയുന്ന ഡിയറിൻ്റെ ഈ ഒരു ഇനത്തിനെ കണ്ടു. അതിനുശേഷം ബോട്ടിങ്ങിന് വെളിയിൽ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യം. നമുക്ക് അവിടെ ഇരിക്കാനും പറ്റുന്നില്ല. നമ്മുടെ കയ്യിൽ ഫുഡും വെള്ളമൊക്കെ തട്ടിപ്പറിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഒരു കുരങ്ങനാണെങ്കിൽ വെള്ളമൊക്കെ മേടിച്ച് ഇങ്ങനെ കുടിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിനായിട്ട് നമ്മൾ ജലജ്യോതി എന്ന് പറയുന്ന ഈ ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റോസ് പാർക്ക്, തേക്കടി തന്നെയുള്ള റോസ് പാർക്കിൽ വന്ന് ഈ ഒരു റോപ്പ് സൈക്ലിംഗ് ചെയ്തു. പിന്നെ ബോട്ടിങ് ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ചക്ഷുസും ആവണിയും കൂടി ഒരു ബോട്ടിലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. കൊടൈക്കനാൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ മാറി, എനിക്ക് പനിയൊക്കെ പിടിച്ചു. പിന്നെ ഞങ്ങൾ മഴയത്ത് പെഡൽ ബോട്ടിൽ ഞാനും ആവണിയും കൂടി പെഡൽ ബോട്ടിൽ ഇങ്ങനെ വരുവാണ്. അത് നല്ലൊരു വൈബായിരുന്നു. മഴയും പെഡൽ ബോട്ടും നല്ല തണുപ്പും കാറ്റും ഒക്കെ, അത് സൂപ്പറായിരുന്നു. പിന്നെ ഇത്രയുള്ള ഗൈസ്, അങ്ങനെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. പിന്നെ കാണാം. ബൈ.